ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഒരു മുളകും ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 20ഓളം തൊപ്പി കളഞ്ഞിട്ടുള്ള നമ്മുടെ മുഴുവൻ മുളക്, വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. 15ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ്, 1.5 ടീസ്പൂണ് കടലപ്പരിപ്പ്, ഒരു തണ്ട് വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 2 വെളുത്തുള്ളി ഞാൻ അത്രയ്ക്കും കുറവ്, ഒരു പേരിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ചമ്മന്തിക്ക് ഇങ്ങനെ വെളുത്തുള്ളിയുടെ കുത്ത് ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ ചിലപ്പോൾ ഇഷ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാനിതാ അതിലേക്ക് 1.5 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശ്രദ്ധിക്കണം, സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും കുറവിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇല്ലാച്ചെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ നമ്മുടെ 20ഓളം വരുന്ന തൊപ്പി കളഞ്ഞിട്ടുള്ള നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് അത് പൊട്ടിത്തെറിക്കില്ല. പക്ഷേ മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വീർത്ത് ശരിക്ക് വെളിച്ചെണ്ണയും കൂടിയിട്ട് നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കണം. വെച്ചെങ്കിൽ നമ്മുടെ 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ 10-15ഓളം വരുന്ന നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂപ്പായിട്ട് വരണം. നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് അതുപോലെ ഉള്ളി അതുപോലെ ഇങ്ങനെ നല്ല ചുവന്ന കളറായിട്ട് വരുന്ന വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല, വെറുതെ ഒരു 4-5 കഷ്ണമായിട്ട്, വലിയ കഷ്ണങ്ങൾ തന്നെയായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് കരിയാതെ നല്ലതുപോലെ തീ കുറവിലിട്ടിട്ട് ഇളക്കിയതിന് ശേഷം മൂപ്പിച്ച് ഇങ്ങനെ നല്ലതുപോലെ എടുക്കണം. അപ്പോൾ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഇപ്പോൾ നോക്കി നോക്കൂ, കടലപ്പരിപ്പിൻ്റെ, ഉഴുന്നുപരിപ്പിൻ്റെയും ഉള്ളിയുടെയും ചുവന്ന മുളകിൻ്റെയും എല്ലാം കൂടിയിട്ട് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമാണ് നമുക്ക് വരിക. അപ്പോൾ നമ്മുടെ മുളക് ഒക്കെ ഇതുപോലെ നല്ല കളറ് മാറി, ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് തീ ഓഫാക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മിയും അരയ്ക്കണതാണ് വെച്ചെങ്കിൽ അമ്മിയും അരയ്ക്കണതാവും ടേസ്റ്റ്. ഞാൻ സൗകര്യത്തിനായിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചൂടാക്കിയതിന് ശേഷം അരയ്ക്കുകയാണ് വെച്ചെങ്കിലും നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. അല്ല വെച്ചെങ്കിൽ എത്ര നമ്മൾ ടൈറ്റിനെ അടച്ച് വെച്ച് അരക്കിയായാലും നമുക്കത് അടപ്പ് തുറന്ന് നമ്മുടെ മേത്തേക്ക് ആകെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കുക കേട്ടോ. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിന് മുന്നേ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു വാളം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുരു കളഞ്ഞിട്ടുള്ള ഇത്രയും പോകുന്ന പുളി എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ആദ്യം കുറവിലിട്ട് അരച്ചാൽ മതി. അതിന് ശേഷം അരച്ച് ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെടുത്ത ഉപ്പ് കറക്റ്റ് പാകം തന്നെയായിരുന്നു. ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാനിത് ഇവിടെ ചമ്മന്തി അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ദോശയ്ക്കായാലും ചോറിനായാലും നമുക്ക് ഇഡലിയുടെ കൂടെയൊക്കെ ആയാലും നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു മുളക് ചമ്മന്തി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഇഡലിക്കൊക്കെ രാവിലെ ചട്നിയുടെ പകരമായാലും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കുഞ്ഞു ഇവിടെ കെലിപ്പിലാണ്, കുഞ്ഞു ഉറങ്ങണമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.